ഗുഡ് മോർണിംഗ്. 2024 അവസാന വീഡിയോ. ഇനി വരാനിരിക്കുന്നത് മോട്ടറോള G35 എന്ന് പറയുന്ന ഈ ഒരു ഫോണിന്റെ വീഡിയോ ആണ്. അത് മിക്കവാറും അടുത്ത വർഷം 1-ാം തീയതി 2-ാം തീയതി ഒക്കെ കൂടിയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുള്ളൂ. സോ 2024 ഓൾമോസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. 2024 എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പീഡായിട്ട് പോയി കേട്ടോ. അതിൽ 2 റെസൊല്യൂഷനാണ് ഞാൻ മെയിനായിട്ട് സെറ്റ് ചെയ്തിരുന്നത്. ഒന്ന്, നമ്മളുടെ ചാനലിന് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് എത്തുക. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം 10,000 സബ്സ്ക്രൈബേഴ്സെങ്കിലും എത്തിക്കണം എന്നുള്ളതായിരുന്നു. മേ ബി എൻ്റെ കണ്ടന്റിൻ്റെ ആയിരിക്കാം, എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം പാതിക്ക് താഴെ വന്ന് നിന്നു. അതേപോലെ എൻ്റെ ബോഡി വെയിറ്റ്, ശരീരത്തിൻ്റെ വെയിറ്റ് ഏകദേശം 80 കിലോയ്ക്ക് താഴെ എത്തിക്കണം എന്നുണ്ടായിരുന്നു. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഏകദേശം 89 കിലോ ഉണ്ടായിരുന്നു. സോ അതിൽ ഞാൻ വിജയിച്ചു കേട്ടോ. ഇപ്പോഴത്തെ വെയിറ്റ് 79.8 ആണ്, 80-ന് താഴെ എത്തി നിൽക്കുന്നുണ്ട്. സോ അങ്ങനെയാണ്. പിന്നെ ഈ ഒരു യൂട്യൂബ് ജേണിയിൽ 2024 ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സങ്കടവും സന്തോഷവും അത് തന്നെയാണ് കേട്ടോ. നമ്മളെ സൺഡേ ടെക് ടൈം എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ടല്ലോ, ഈ ഒരു സെഗ്മെന്റ്, അതിനൊരു ഹൈപ്പ് കിട്ടിയില്ല എന്നുള്ളതാണ്. ഞാൻ വളരെ ആസ്വദിച്ച് വളരെ എൻജോയ് ചെയ്ത് അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. പക്ഷെ എന്തോ ഈ ഒരു കണ്ടന്റ് അങ്ങനെ അങ്ങോട്ട് കയറി പോകുന്നില്ല. പക്ഷെ സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഈ ഒരു സെഗ്മെന്റ് കാണാനായിട്ട് ഒരു 200 പേരെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. സോ ഇത് നിർത്താനായിട്ടുള്ള ഉദ്ദേശമില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇനി 2025 മെയിൻ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് സെയിം റെസൊല്യൂഷൻ തന്നെയാണ്. ഏകദേശം ഒരു 10,000 സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് നമുക്ക് ഈ ഒരു വർഷത്തിൽ എത്തിക്കണം എന്നുള്ളതാണ്. സോ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയേ പറ്റൂ. നല്ല നല്ല കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല. സൺഡേ ടെക് ടൈമിന്റെ 58-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാവിയർ എന്ന് പറയുന്ന ബ്രാൻഡിനെ കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാവും. അതായത് ലക്ഷറി എന്ന് പറഞ്ഞാൽ അവരാണ് അവസാന വാക്ക്. ഐഫോണുകളുടെയും പ്രീമിയം പ്രൊഡക്റ്റുകളുടെ ഒക്കെ ലിമിറ്റഡ് എഡിഷൻ ആണ് അവർ ചെയ്യുന്നത്. ഗോൾഡ് വെച്ചിട്ട്, ഡയമണ്ട് വെച്ചിട്ട്, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. നല്ല വിലയായിരിക്കും. ഇപ്പോൾ അവരുടെ സൈഡിൽ നിന്ന്, ഹുവായുടെ സൈഡിൽ നിന്ന് Mate X T Ultimate എന്ന് പറയുന്ന 3-ആയി മടക്കാൻ പറ്റുന്ന ഫോണിന്റെ ഒരു 18 കാരറ്റ് 1 kg ഗോൾഡ് വെച്ചുകൊണ്ട് ഒരു ഫോൺ അവർ ഇറക്കുന്നുണ്ട്. അതൊരു കസ്റ്റം മെയ്ഡ് ആണ്. US-ലുള്ള ഒരു ക്ലയന്റിന് വേണ്ടിയിട്ടാണ് അവർ അത് ഇറക്കിയിട്ടുള്ളത്. അതിന്റെ പ്രൈസ് വരുന്നത് $1 ലക്ഷം. ഇന്ത്യൻ പ്രൈസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 85 ലക്ഷം രൂപയാണ് വില വരുന്നത്. അത് അവരുടെ സൈറ്റിലോ കാര്യങ്ങളോ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ആ ഒരു ക്ലയന്റ് അത് സ്പെഷ്യലായിട്ട് ഓർഡർ കൊടുത്തു, അയാൾക്ക് വേണ്ടി കസ്റ്റം മെയ്ഡ് ആണ്. 1 കിലോ വെയിറ്റ് വരുന്ന ഫോണ് എന്തായിരിക്കും അവസ്ഥ? കഴിഞ്ഞ വർഷം സാംസങ് അവരുടെ ഗാലക്സി AI ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നോട്ടപ്പുള്ളി ആയിരുന്നത് സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ആയിരുന്നു. ഇപ്പോൾ നത്തിങ് ഫോണുകളിൽ, നത്തിങ് ഫോൺ 2, 2A ആൻഡ് 2A+, ഈ 3 മോഡൽ ഫോണുകളിലും സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന AI ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ആൻഡ്രോയിഡ് 15 ബേസ്ഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞ ആഴ്ച അവർ പുഷ് ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ആൻഡ്രോയിഡ് ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ ഈ പറഞ്ഞ നത്തിങ് ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ആപ്പിളിന്റെ സൈഡിൽ നിന്ന് ഒരുപാട് സ്മാർട്ട് ഡിവൈസുകൾ വരും വർഷങ്ങളിൽ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള വാർത്തകൾ നമ്മൾ ഇതിനു മുന്നും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ 2025 ആപ്പിളിന്റെ സൈഡിൽ നിന്ന് ഒരു സ്മാർട്ട് ഡോർബെല്ല് വരും എന്നുള്ള വാർത്തകളാണ് ഇപ്പൊ കേൾക്കുന്നത്. അതായത് ആമസോണിന്റെ റിങ്, അതേപോലെ ഗൂഗിളിന്റെ സൈഡിൽ നിന്നുള്ള നെസ്റ്റ് എന്നൊക്കെ പറയുന്ന ഒരു പ്രൊഡക്റ്റുകൾ ഉണ്ട് ഓൾറെഡി. സെയിം കൺസെപ്റ്റിൽ വരുന്ന ആപ്പിളിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഡോർബെല്ല് എന്ന് പറയുന്നത്. ഇതിന്റെ പേരെന്തായിരിക്കും, ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഫേസ് ID ഇന്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ആപ്പിളിന്റെ സ്മാർട്ട് ഡോർബെല്ല് വരിക എന്ന് പറയുന്നുണ്ട്. സോ 2025 നമുക്ക് ഇത് എക്സ്പെക്ട് ചെയ്യാം. ഹോണറിന്റെ സൈഡിൽ നിന്ന് അവരുടെ പ്രീമിയം കാറ്റഗറികളിൽ മാജിക് 7 RSR പോർഷെ ഡിസൈൻ എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Eliteന്റെ പ്രൊസസ്സർ, 200 മെഗാപിക്സലിന്റെ പോർട്രേറ്റ് ടെലിഫോട്ടോ ലെൻസ്, അങ്ങനെ വേറെ ലെവൽ സ്പെക്കിൽ തന്നെയാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിലോട്ട് വരാനേ പോകുന്നില്ല. സോ ഹോണറിന്റെ സൈഡിൽ നിന്ന് മാജിക് 7 RSR പോർഷെ ഡിസൈൻ എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലാവയുടെ സൈഡിൽ നിന്ന് ലാവ UA2 5G എന്ന് പറയുന്ന ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു 5G ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. യൂണിസോക്ക് T760 പറയുന്ന 5G പ്രോസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത്. അതുകൂടാതെ റിയർ സൈഡിലെ ക്യാമറ ഉണ്ടല്ലോ, അതിന് ചുറ്റും ഒരു LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾക്കൊക്കെ അതിങ്ങനെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. ഇപ്പൊ അതാണല്ലോ ട്രെൻഡ് എന്ന് പറയുന്നത്, ബാക്കിൽ ലൈറ്റ് കത്തുക. എനിവേ ഈ ഒരു ഫോണിന്റെ ഇൻട്രൊഡക്ടറി പ്രൈസ് ആയിട്ട് വരുന്നത് 9,500 രൂപയാണ്. നോർമൽ പ്രൈസ് 10,000 രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട്. എന്തായാലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ, 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് 5G ഫോണുകൾ, നല്ല 5G ഫോണുകൾ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. മോട്ടറോളയുടെ G35 എന്ന് പറയുന്ന ഈ ഒരു ഫോണുണ്ട്. ഇൻഫിനിക്സിന്റെ ഹോട്ട് 50 എന്ന് പറയുന്ന ഫോണുണ്ട്. ഇപ്പോൾ ലാവ UA2 5G എന്ന് പറയുന്ന ആ ഒരു ഫോണും വന്നിട്ടുണ്ട്. പിന്നെ റെഡ്മിയുടെ A4 എന്ന് പറയുന്നതുണ്ട്. അവിടെ NSA സപ്പോർട്ട് ചെയ്യില്ല, NSA നെറ്റ്വർക്ക് സപ്പോർട്ട് ചെയ്യില്ല. സോ ഞാൻ അത് കട്ട് ചെയ്തു.
സോ അങ്ങനെയൊക്കെ ഒരുപാട് നല്ല ഫോണുകൾ വരുന്നുണ്ട്. എന്തായാലും ലാവ UR2 5G എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. OnePlus 11R എന്ന് പറയുന്ന മോഡൽ ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് Android 15 ബേസ്ഡ് Oxynoise 15ന്റെ സ്റ്റേബിൾ അപ്ഡേറ്റ് ഇപ്പോൾ OnePlus പുഷ് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേയിൽ ലൈൻ വരുമോ എന്ന് ചോദിച്ചാൽ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. വന്നാലും അവർ തൽക്കാലം അത് ഫ്രീ ആയിട്ട് മാറ്റി തരും തന്നെയാണ് കേൾക്കുന്നത്. സോ OnePlus 11R ഉപയോഗിക്കുന്നവർ ഒന്ന് നോക്കുക. സാംസങ് ഗാലക്സി S3 അടക്കം ഈ ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്ന ഫോണുകളിലോട്ടുള്ള സപ്പോർട്ട് വാട്സാപ്പ് സ്റ്റോപ്പ് ചെയ്യണം. സോ നിങ്ങൾ ഈ ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്ന ഫോണുകളാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങളുടെ ഇപ്പോഴുള്ള വാട്സാപ്പ് ഉണ്ടല്ലോ അത് അപ്ഡേറ്റ് ചെയ്യരുത്. അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ അത് ഉപയോഗിക്കാനേ സാധിക്കില്ല. ഇപ്പോൾ ഏത് വേർഷനിലാണോ നിൽക്കുന്നത് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഈ ഒന്ന് ജനുവരി 1 മുതലാണ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നതാണ് ഞാൻ കേട്ടത്. എന്തായാലും ഈ ലിസ്റ്റിൽ കാണിച്ചിരിക്കുന്ന ഫോണുകളിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വാട്സാപ്പിന്റെ യാതൊരുവിധ സപ്പോർട്ടും കിട്ടാനായിട്ട് പോകുന്നില്ല. ലാസ്റ്റ് വീക്ക് OnePlusന്റെ സൈഡിൽ നിന്ന് Ace 5 ആൻഡ് Ace 5 Pro എന്ന് പറയുന്ന 2 മോഡൽ ഫോണുകൾ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ഒരു Ace 5 Pro എന്ന് പറയുന്നത് ഒരു പ്രീമിയം കാറ്റഗറി ഫോണാണ് കേട്ടോ. Snapdragon 8 Elite എന്ന് പറയുന്ന ആ ഒരു പ്രീമിയം പ്രൊസസർ തന്നെയാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഫോൺ ചൈന വിട്ട് പുറത്തോട്ട് പോകാറില്ല, ചൈന എക്സ്ക്ലൂസീവ് ആണ്. ഇനി നോർമൽ Ace 5ന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ ഒരു ഫോണായിരിക്കും OnePlus 13R എന്ന് റീബ്രാൻഡ് ചെയ്തുകൊണ്ട് ഗ്ലോബലി, ഇന്ത്യ അടക്കം ഗ്ലോബലി കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ചൈനയിൽ ഇറങ്ങിയിട്ടുള്ള പ്രൈസ് കൺവേർട്ട് ചെയ്യുമ്പോൾ 30,000 രൂപയ്ക്ക് താഴെയൊക്കെയാണെന്നാണ് പറയുന്നത്. എന്തായാലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. നമുക്ക് എന്തായാലും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആ ഒരു 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ വന്ന് നിൽക്കും. കാരണം ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് Snapdragon 8 Gen 3 എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസറാണ്. മൊത്തത്തിൽ കൊള്ളാം, സ്പെക്ക് കാര്യങ്ങളൊക്കെ കൊള്ളാം. എന്തായാലും OnePlus Ace 5 ആൻഡ് Ace 5 Pro എന്ന് പറയുന്ന 2 മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഷവോമിയുടെ Redmi സീരീസിൽ Redmi 14C എന്ന് പറയുന്ന ഫോൺ അടുത്ത മാസം, അതായത് ജനുവരി 6 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇന്ത്യ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ, ഗ്ലോബൽ ലോഞ്ച് എന്നാണ് കണ്ടത്. എന്തായാലും ജനുവരി 6 ഷവോമിയുടെ സൈഡിൽ നിന്ന് Redmi 14C എന്ന് പറയുന്ന ഫോണിന്റെ ലോഞ്ച് ഉണ്ടായിരിക്കും. കഴിഞ്ഞ മാസം ഷവോമിയുടെ സൈഡിൽ നിന്ന് ചൈനയിൽ ലോഞ്ച് ചെയ്ത് ഷവോമി പാഡ് 7 സീരീസ് ടാബ്ലറ്റുകൾ ഉണ്ടല്ലോ, അത് അടുത്ത മാസം 10 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. 2 ടാബ്ലറ്റുകളായിരുന്നു ചൈനയിൽ ലോഞ്ച് ചെയ്തത്, പാഡ് 7ഉം പാഡ് 7 പ്രോയും. ഇതിൽ ഈ ഒരു 7 Pro ഇന്ത്യയിലോട്ട് വരുമില്ല എന്നുള്ളതിന്റെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. എന്തായാലും പാഡ് 7 അത് ഇന്ത്യയിലോട്ട് ഉണ്ടായിരിക്കും എന്നുള്ളത് കൺഫേംഡ് ആണ്. ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത് Snapdragon 7+ Gen 3 എന്ന് പറയുന്ന പവർഫുൾ ചിപ്സെറ്റ് തന്നെയാണ്. എന്തായിരിക്കും ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും ജനുവരി 10 ഷവോമി പാഡ് 7 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളുടെ അവസാന ന്യൂസ്, പ്രീമിയം മിഡ് റേഞ്ച് ഫോണുകൾക്ക് വേണ്ടിയിട്ട് മീഡിയടെക്കിന്റെ സൈഡിൽ നിന്ന് Dimensity 8400 എന്ന് പറയുന്ന പുതിയൊരു പ്രൊസസർ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 3.25 GHz ക്ലോക്ക് സ്പീഡ് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രൊസസറിൽ Cortex A725 8-core CPU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ARMന്റെ Mali G720 MC7 എന്ന് പറയുന്ന GPU ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ 8300 41% പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് ആണ് ഇതിൽ മീഡിയടെക് അവകാശപ്പെടുന്നത്. ഈ ഒരു പ്രീമിയം മിഡ് റേഞ്ച് കാറ്റഗറി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും കൈയടക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ Snapdragon 7+ Gen 3 എന്ന് പറയുന്ന പ്രൊസസറാണ്. സോ ഈ ഒരു 8400 കൂടി വരുമ്പോൾ നല്ലൊരു കട്ട കോമ്പറ്റീഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു Dimensity 8400 എന്ന് പറയുന്ന പ്രൊസസർ യൂസ് ചെയ്തുകൊണ്ട് ആദ്യം വരാനായിട്ട് പോകുന്ന ഫോൺ അത് Redmi Turbo 4 എന്ന് പറയുന്ന ഫോണായിരിക്കും എന്നാണ് ഇപ്പോൾ വാർത്തകൾ പറയുന്നത്. അതും അടുത്ത മാസം തന്നെ ജനുവരി 1 വീക്കിൽ തന്നെ ചൈനയിൽ ഈ ഒരു Redmi Turbo 4 എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഫോൺ തന്നെയായിരിക്കും Poco F7 എന്ന് റീബ്രാൻഡ് ചെയ്തുകൊണ്ട് ഗ്ലോബലി വരാനായിട്ട് പോകുന്നത്. അത് നമുക്ക് ഈ ഒരു 8400 എന്ന് പറയുന്ന പ്രൊസസർ വെച്ചിട്ട് മിക്കവാറും ആദ്യം കിട്ടുക Poco F7 എന്ന് പറയുന്ന മോഡലായിരിക്കും. അതിന് മുന്നിനി വേറെ ഏതെങ്കിലും ബ്രാൻഡുകൾ ഇറക്കുമോ എന്നുള്ളത് അറിയില്ല. സോ മീഡിയടെക്കിന്റെ സൈഡിൽ നിന്ന് Dimensity 8400 എന്ന് പറയുന്ന പുതിയൊരു പ്രൊസസർ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ. ഇതിൽ ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പോയി കൊണ്ടുവരുന്നതല്ല കേട്ടോ. GSM Arena, 91.com, X പ്ലാറ്റ്ഫോം, പിന്നെ മാതൃഭൂമി, മലയാള മനോരമ, അവരുടെ വെബ്സൈറ്റ് ഉണ്ടല്ലോ, അങ്ങനെ പല വെബ്സൈറ്റുകൾ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ന്യൂസുകളാണ് ഞാനിവിടെ പറയുന്നത്, സോർട്ട് ചെയ്ത് പറയുന്നത്. അതല്ലാതെ ഞാൻ ഒരിക്കലും പോയി കൊണ്ടുവരുന്നതല്ല. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. വേറെ എന്താ, എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുന്നു. എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഗുഡ് ബൈ.